ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആദ്യ ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോയുടെ സ്വീകരണവും ട്രയൽ റണ്ണും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി. മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 1930 കണ്ടെയ്നറുകളുമായി എത്തിയ സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. ആനയറ IMA ആസ്ഥാനത്ത് നടന്ന ദിനാചരണം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് തലസ്ഥാനത്തെ മുതിർന്ന ഡോക്ടർമാരെ ആദരിച്ചു. അക്കാദമിക തലങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. സുരീലി ഹിന്ദിയുടെ പുതിയ പതിപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പരിപാടികളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും സംയുക്തമായി നടപ്പാക്കുന്ന പഠന പരിപോഷണ പരിപാടിയാണ് സുരീലി ഹിന്ദി. 2016-17 അധ്യയന വർഷത്തിലാണ് ഈ പരിപാടി ആരംഭിച്ചത്. ഹരിത കേരളം മിഷൻ സംസ്ഥാനതല അവലോകന യോഗം തിരുവനന്തപുരത്ത് നടന്നു. ഹരിത കേരളം മിഷൻ വൈസ് ചെയർപേഴ്സൺ TN സീമ യോഗത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെയും ക്യാമ്പയിനുകളുടെയും പുരോഗതി, പുതിയ പദ്ധതികളുടെ ആസൂത്രണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുൻ നിശ്ചയിച്ച പ്രകാരം പുരോഗമിക്കുന്നതായി യോഗം വിലയിരുത്തി. അവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മറ്റ് വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ യോഗം തീരുമാനിച്ചു. മാർ ഇവാനിയോസ് ഓർമ്മ പെരുന്നാളിന് നാളെ സമാപനം കുറിക്കും. വിപുലമായ പരിപാടികളോടെയാണ് കബറിടം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓർമ്മ പെരുന്നാൾ സമാപിക്കുന്നത്. സമാപന ദിവസമായ നാളെ ആഘോഷമായ സമൂഹബലിക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലിമീസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബാക്കപ്പ് എയർപോർട്ട് ഓപ്പറേഷൻ കൺട്രോൾ സെന്റർ സ്ഥാപിച്ചു. നിലവിൽ വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിന് പകരം പ്രവർത്തിക്കുന്ന AOCCക്ക് പുറമെയാണ് എയർ സൈഡിലെ ഫയർ റെസ്ക്യൂ കെട്ടിടത്തിനുള്ളിൽ പുതിയ ബാക്കപ്പ് AOCC സജ്ജീകരിച്ചത്. SITA സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന AOCCയാണ് എയർലൈനുകളുടെ സർവീസുമായി ബന്ധപ്പെട്ട നടപടികൾ വിവിധ വകുപ്പുകളും ഏജൻസികളുമായി ഏകോപിപ്പിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് തടസ്സപ്പെട്ടാലും വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ബാക്കപ്പ് AOCC വഴി സുഗമമായി നടക്കും. വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിൽ 3 പുതിയ ചെക്ക് ഇൻ കൗണ്ടറുകളും കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. ഇതോടെ ആകെ ചെക്ക് ഇൻ കൗണ്ടറുകളുടെ എണ്ണം 18ആയി. യാത്രക്കാർക്കിനി അതിവേഗം ചെക്ക് ഇൻ പ്രക്രിയ പൂർത്തിയാക്കാനും ഏറെ നേരം കാത്തു നിൽക്കുന്നത് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരം തൈക്കാട് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ 10 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞുകൂടി അതിഥിയായി എത്തി. പുതിയ അതിഥിക്ക് കനി എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ ഇതുവരെയായി 605 കുട്ടികളാണ് സർക്കാരിന്റെ പരിചരണയ്ക്കായി എത്തിയത്. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് കഥയും കുട്ടികളും എന്ന പേരിൽ കഥാരചന ശില്പശാല സംഘടിപ്പിച്ചു. പേയാട് കണ്ണശ മിഷൻ ഹൈസ്കൂളിലെ ഭാഷാ സമാജമാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ബഷീറിന്റെ ഛായാചിത്രത്തിൽ കുട്ടികളും അതിഥികളും പ്രാർത്ഥനയോടെ പുഷ്പങ്ങളർപ്പിച്ച് ഓർമ്മ പുതുക്കി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സാഹിത്യരംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ശബ്ദമലിനീകരണം കാരണം സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന വിപത്തുകൾക്കെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി കേരള സേഫ് സൗണ്ട് മിഷന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു. മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.